ലൈഫ്സ്റ്റൈൽ വ്ലോഗ്സ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു 7 seconds ചലഞ്ച് ആണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനും ഒരു 10 ക്വസ്റ്റ്യൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, അങ്ങോട്ടും കൂടെ അറിയത്തില്ല ക്വസ്റ്റ്യൻസ്. ഞാൻ കുറെ പണി കൊടുക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസിൽ. അതായത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 7 സെക്കൻഡ് ടൈം കൊടുക്കും. നമ്മൾ ടൈമർ ഫോണിൽ വെക്കും. ഞാൻ എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് 7 സെക്കൻഡിനുള്ളിൽ പുള്ളിക്കാരി പറയുമോ ഇത് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടായിരിക്കും, അത് പുള്ളിക്കാരി ചെയ്യണം. ഞാനും അങ്ങനെയൊക്കെ തന്നെ. ചെയ്യുന്നവർക്ക് പോയിന്റ് ഉണ്ടല്ലേ? ചെയ്യുന്നവർക്ക് പോയിന്റ്. അത് ചെയ്തില്ലെങ്കിൽ പോയിന്റ് ഇല്ല. പണിഷ്മെന്റ് ഒന്നുമില്ല. പണിഷ്മെന്റ് ഇല്ല. ഇല്ല വേണ്ട. വേണമോ? എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ 7 സെക്കൻഡ്സ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആരാ ക്വസ്റ്റ്യൻ ചോദിക്കണേ? അപ്പൊ ഞാൻ ചോദിക്കണോ? ഓക്കെ, ഞാൻ ചോദിക്കാം. അപ്പം ചോദിക്കാൻ പോവാണേ. ചോദിക്കുവാണേ. ഓക്കെ, 5 സംസ്ഥാനങ്ങളുടെ പേര്. സംസ്ഥാനം: കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. സമയമുണ്ട്. ഒരു സെക്കൻഡ് ആണ്ടോ ബാക്കിയുള്ളൂ. അത് ഞാൻ 5 ചോദിച്ചോണ്ടേ. 7 ചോദിച്ചാൽ ഞാൻ തകർത്തേനെ. സംസ്ഥാനങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഓക്കെ, മറ്റേ വിദേശ രാജ്യങ്ങളായ ചെന്നൈ. അതെ. അപ്പൊ ഇനി ഞാൻ ചോദിക്കാൻ പോകാം. എനിക്കൊന്നും അറിഞ്ഞൂടാ. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യണ ഏതെങ്കിലും ഒരു 5 ഐറ്റംസിന്റെ പേര്. ഐറ്റംസ് മീൻസ് നമ്മുടെ കിച്ചൺ എക്യുപ്മെന്റ്സ്, പച്ചക്കറികളല്ല. അപ്പൊ നമ്മുടെ യൂസ് ചെയ്യണ തവി, ചട്ടി, കലം, പിന്നെ മൂടണ പാത്രം, പിന്നെ കത്തി. ജസ്റ്റ് 52 seconds. മറ്റേ മൂടണ പാത്രത്തിന്റെ പേര് അഡ്ജസ്റ്റ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് അല്ലേ? അല്ലെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. ചോദിക്കണ്ടേ? പിന്നെ ഓക്കെ, അപ്പൊ അടുത്തത് എന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നിന്റെ പേര് അഞ്ജന എന്നല്ലേ? അത് അഞ്ജന എന്നുള്ളത് തിരിച്ച് സ്പെല്ല് ചെയ്യണം. ചെയ്യണ്ടേ? ഇത്ര എളുപ്പമുള്ള പേരായിരുന്നോ? അത് ഞാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇട്ടതാണ് ഗൈസ്. അതെങ്ങനെ ഞാൻ ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ എന്തെങ്കിലും ഓർക്കൂല. എന്താണെന്നറിയോ? സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എന്റെ പേര് തന്നെ ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർത്തു. പക്ഷെ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അടിക്കണ്ട, നീ അങ്ങനെ ചോദിക്കില്ല. അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ പറയുമെന്ന്. ഇന്റലിജൻസ് പണ്ട് കുറച്ച്. അതേ ക്വസ്റ്റ്യൻ തന്നെ ഞാനിട്ടു. അപ്പൊ ഞങ്ങളുടെ മനസ്സിന്റെ ഒരു നമ്മൾ വേവ് ലെങ്ത്. അയ്യോ, ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്യൂ. കോമൺ സെൻസ് വെച്ചിട്ട് ട്രൈ ചെയ്യൂ. കോമൺ സെൻസ് ഒക്കെ പറയില്ലേടി? അതില്ല. ക്വസ്റ്റ്യൻ: പൂജയ്ക്ക് യൂസ് ചെയ്യണം 5 പൂക്കൾ. കുറെ ടൈപ്പ് പൂക്കൾ. ചെത്തി, മന്ദാരം, തുളസി കൂട്ടാമോ? തുളസി, പിച്ചകം, മലർ. മറ്റേ ആമ്പല്. ചിലവരൊക്കെ കണ്ടിട്ടുണ്ട്. ചെത്തി മന്ദാരം പറഞ്ഞപ്പോ ഞാൻ തുളസിയും കൂടെ പറഞ്ഞു. ചെത്തി മന്ദാരം പിന്നെ വേറെ തുളസി പറഞ്ഞിട്ടാ പറഞ്ഞത്. ആണോ? ഞാൻ തുളസി ചെത്തി മന്ദാരം കേട്ട് ഞാൻ കേട്ടത് പിച്ചകം, മലര്, തുളസി. വേറെ എന്തെങ്കിലും പറഞ്ഞാണ് ഞാൻ കേട്ടത്. ചെത്തി, മന്ദാരം, തുളസി, മലര്, പിച്ചകം ആണോ പറഞ്ഞത്? അറിയില്ല, വേറെന്താ പറഞ്ഞു? ആമ്പലും ഇല്ലേ? ആമ്പല് യൂസ് ചെയ്യാറുണ്ട്. ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അമ്പലത്തിലായിരുന്നു കിടപ്പ്. മേൽശാന്തിയായിരുന്നു ഞാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണമോ? 5 എയിൽ തുടങ്ങുന്ന പേരുകൾ. അഞ്ജന, ആൻമരിയ, അഖില, ആര്യ, അരവിന്ദ്. ഓക്കെ ഗൈസ്, എനിക്ക് എല്ലാം മനസ്സിലായി. 3 സെക്കൻഡ് ബാക്കിയുണ്ട്. അഞ്ജന, ആൻമരിയ, അഖില മനസ്സിലായി. അരവിന്ദ് ആരാ? അരവിന്ദ് അനിയന. സത്യം. കാരണം ഇടയ്ക്ക് ആര്യ വന്നായിരുന്നു. ആര്യ എന്റെ സിസ്റ്റർ. അവൾക്ക് 5 കാമുകന്മാരുണ്ടായിട്ട് ഒരാളാ. ഫസ്റ്റ്
മര്യാദ കാമുകനല്ല. കാമുകി. Okay. അത് പറ്റിയോ? വെട്ടിയതല്ല. ഇടയ്ക്കൊക്കെ ടൈമർ ഓൺ ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ. ദിലീപും കാവ്യയും പേരായിട്ട് അഭിനയിച്ച 3 സിനിമയുടെ പേര് പറയാം. പാപ്പി അപ്പച്ച, പിന്നെ തിളക്കം, പിന്നെ അവർ രണ്ടു മറ്റേ ചൈന ടൗൺ 2020 പറഞ്ഞു. ചൈന ടൗൺ പേരല്ല. 3 ഉണ്ടായിരുന്നുള്ളൂ. എടി അത് ചൈന ടൗണിൽ പേരല്ലെന്നേ ഉള്ളൂ, പക്ഷെ രണ്ടുപേരും അഭിനയിച്ചതല്ലേ. ഞാൻ പേരെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്നു. കാവ്യ പേർ. ഓ തോറ്റ്, ഞാൻ സമ്മതിക്കുന്നു. തുറക്കണം. ഞാൻ വിചാരിച്ച 5 പേരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്. വന്ന എന്താണെന്നറിയോ, രണ്ടുപേരും അഭിനയിച്ച സിനിമ പേരെന്നുള്ളത് വേറെ എന്തൊക്കെ സിനിമ ഉണ്ടായിരുന്നു? ഓടി കടന്നു. ഞാൻ സമ്മതിക്കില്ല. ഓ അപ്പൊ ഞാൻ തോറ്റല്ലേ. അപ്പൊ എനിക്ക് 1 മാർക്ക് പോയി ഗൈസ്. ഇത് വടിവെട്ടാൻ പോയിട്ടുള്ള പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും 6 ലിറ്ററിലെ വെള്ളം കേട്ടോ. അപ്പൊ ഇതിലെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, അതായത് 250 ml വാട്ടർ അല്ലേ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഞാൻ 1/2 ലിറ്റർ പോലും എടുത്തിട്ടില്ല. നോട്ട് ദ പോയിന്റ്. അതെ അതെ, അല്ല ഇവിടെ എങ്ങനെ എന്റെ അടുത്ത് കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കണല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഈ 250 ml വാട്ടർ കുടിക്കണം. വേണ്ടയോ? വേണ്ട. പിടിച്ചോ. പകുതി പഠിച്ച് ഔട്ട്. എന്നിട്ടും എനിക്ക് ഇത്രയൊക്കെ തരാൻ പറ്റുന്ന പൊടി സാല പൊടി. സന്തോഷായി. അയ്യോ എന്റെ പക്ഷേ ശരി പോട്ടെ, അല്ലാണ്ട് പിന്നെ പറ്റൂടെ. അപ്പൊ ഇവിടെ എനിക്ക് എന്റെ ചുമക്കായിട്ട് തന്നെ വെള്ളമല്ലേ തന്നത്. വെള്ള സരസിപ്പായിട്ട് ജയിക്കണമെന്ന് കാരണം കേട്ടോ. എനിക്ക് അങ്ങനത്തെ പണി തരില്ലല്ലോ, അതൊക്കെ എന്റെ ബുദ്ധിന്ന് വന്ന മത്സരങ്ങളാണ്. ഇവിടെ മറ്റേ എന്താ വല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള മൈൻഡ് ചെയ്യരുത്. ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആണ്. അതെ അതെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മുടെ വീട്ടില് നമ്മുടെ പല ആവശ്യങ്ങൾക്കും സോപ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും 5 സോപ്പുകളുടെ പേര്. കുട്ടിക്കൂറ, ഡവ്, പിന്നെ മറ്റു സാധനം കിട്ടുന്നില്ല. കുട്ടിക്കൂറ സോപ്പായിരുന്നു, പൗഡർ അല്ലായിരുന്നു. കുട്ടിക്കൂറ സോപ്പുണ്ട്. എനിക്ക് അറിയാമായിരുന്നേ. ഞാൻ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് എന്നൊക്കെ പറയാൻ വന്നതാ. കുട്ടിക്കൂറ അറിയുന്നവരൊക്കെ താഴെ കമന്റ് ഇട്ടോ. ചന്ദ്രിക എനിക്കറിയാം. ചന്ദ്രിക, റെക്സോൺ, എക്സ്, മെഡിമിക്സ്. നിങ്ങള് ഇത് പറയാനെടുക്കുന്ന ഇവിടെ കുളിക്കുന്നത് 2 ദിവസം കൂടുമ്പോഴോട് കുളിക്കേണ്ടത്. എനിക്ക് അറിയായിരുന്നു കേട്ടോ. പിന്നെ വേണ്ട, അങ്ങനെ 2 മാർക്ക് കട്ടായിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. 5 പെറ്റ്സിന്റെ നെയിം. ഡോഗ്, ക്യാറ്റ്, റാബിറ്റ്, മറ്റേ അണ്ണാൻ, പിന്നെ പറയണ പശു. പശു. അയ്യോ, പക്ഷെ എനിക്ക് അണ്ണാന്റെ ഇംഗ്ലീഷ് വന്നില്ലേ. ഇതിലിപ്പോ ഞാൻ തോറ്റല്ലോ. ഓ നിനക്ക് 1 മാർക്ക് കുറവുണ്ടോ? അവിടെ എഴുതി വെച്ചോളൂ 1 മാർക്ക്. ഞാൻ എഴുതിയില്ലെങ്കിൽ 2 മാർക്ക് കൂടുതലാണ് കുറവുണ്ട്. കറക്റ്റ് ആയിട്ട് എഴുതാം. വിശ്വാസം. എനിക്ക് വിശ്വാസമില്ല. അവിടെ നീ തന്നെ എഴുതുന്നുണ്ടല്ലോ. അതെ, കാര്യം വിവരമില്ലെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വിശ്വാസം. ഈ ബുദ്ധിയില്ലാത്ത അതിനൊരു ബുദ്ധി വേണമല്ലോ. അത് ഇവക്കില്ല. അല്ല ഇവക്കുണ്ട്, ഇവിടെ കൊണ്ട് കള്ളത്തരം വീഴുക. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല ഗൈസ്. അപ്പൊ ഞാനാണ്. അപ്പൊ ഒന്നുമില്ല. ഞാനല്ല. നീയാണ് പറയണ്ടേ. അത് ഞാനാണ് പറയുന്നത്. നെക്സ്റ്റ്
ടങ് ട്വിസ്റ്റർ ആട്ടോ. അത് ജസ്റ്റ് ചെറുതാ, 3 പ്രാവശ്യം പറയാ. 3 പ്രാവശ്യം 7 സെക്കൻഡിലോ? വലിയൊരു വരിയോ? വലിയ വരിയല്ല, കുഞ്ഞു കാര്യ. നീ പറ ആദ്യം. അല്ല, അത് എനിക്ക് മനസ്സിലാവണം. ട്വിസ്റ്റർ എന്നിട്ട് എനിക്ക് പറയാൻ പറ്റും. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. സന്തോഷായി. ഞാൻ കുറച്ച് പേര് കൊടുത്താലെന്ന് ഓർത്തായിരുന്നു. പിന്നെ ഞാനൊന്നും വന്നിട്ട് അതെനിക്ക് അറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നമ്മുടെ സദ്യയില്ലേ, സദ്യക്ക് വിളമ്പുന്ന 5 കറികളുടെ പേര്. അവിയല്, സാമ്പാർ, തോരൻ, പപ്പടം, അച്ചാറ്. പപ്പടമൊക്കെ കൂട്ടാൻ പറ്റുമോ? വേണം കുട്ടികളെ. പപ്പടം ഒരു കറി നീ കൂട്ടണ്ട, ഞങ്ങൾ കൂട്ടും. നീ പപ്പടമൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ആ ചേച്ചി പറഞ്ഞു അത് സമ്മതിക്കത്തില്ല. സമയം ബാക്കിയുണ്ട്. അല്ല, അത് ഔട്ടായി, എപ്പോഴേ ഔട്ടായി. പപ്പടം കറിയായിട്ട് കൂട്ടാൻ പറ്റുമോ? പപ്പടം കറി വരെ വെക്കാറുണ്ട്. പപ്പടം കറി സദ്യക്ക് തരാറുണ്ടോ? എന്റെ കല്യാണത്തിന് പപ്പടം കറി എന്തായാലും വിളമ്പി. അയ്യടി കൊച്ചി ആയതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. നമ്മുടെ ഈ റൂമില് ഉള്ള 4 ഫർണിച്ചർ ഐറ്റംസിന്റെ പേര്. ഫർണിച്ചർ: കട്ടില്, മേശ, മറ്റേ ഷെൽഫ് 4 പിന്നെ ഞാൻ കസേര. ഇവിടെ ഒരു അലവലാതി ഇരിപ്പുണ്ട്. ഞാൻ അങ്ങനെ കാണിച്ചു തരാട്ടോ. അപ്പൊ അടുത്തത്, ഈ ഡയറി മിൽക്ക് പൊട്ടിച്ചിട്ട് ഒരു കഷ്ണം കഴിച്ചാൽ മതി, കൂടുതലൊന്നും കഴിക്കണം. ഒരു കഷ്ണം കഴിച്ച് ഇറക്കണം, അതായത് ഇറങ്ങണം. കഴിഞ്ഞു. മിഠായി വാങ്ങി എത്തിച്ചു നോക്കില്ലല്ലോ. ഇതിനകത്ത് വേറെ നമുക്ക് ചലഞ്ച് കളിക്കണ്ടേ? നമ്മള് യൂസ് ചെയ്യണ കുഴപ്പമില്ല. നമ്മള് യൂസ് ചെയ്യണ 5 മേക്കപ്പ് ഐറ്റംസിന്റെ പേര്. ഐലൈനർ, പൗഡർ, പ്രൈമർ, ഐഷാഡോ, ലിപ്സ്റ്റിക്. ഇതിന് 3 ഞാൻ ഉപയോഗിക്കാറില്ല. മൊത്തം മുട്ടി, അത് മനസ്സിലായില്ല. അതെ, മൊത്തം മുട്ടി. വെളിച്ചത്ത് കുട്ടി പറഞ്ഞു കണ്ടില്ലേ നീ? നമ്മൾ യൂസ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇനി ചോദിക്കണം. കായിൽ തുടങ്ങുന്ന 5 സിനിമ പേരുടെ പേരുകൾ. കിരീടം, കസ്തൂരിമാൻ, കൊള്ളകം. കൊള്ളകം സമ്മതിക്കുന്നില്ല മോളെ. കാര്യം ദൈവം കാവ്യ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് കൊള്ളകം പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുള്ളൂ. അഭിനയിച്ചത് ഇവളാണ്. കോളിളക്കമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പോയി അത് വല്ലാണ്ടത് ഇളകി. അത്ര ഇളക്കം വേണ്ടായിരുന്നു. എത്ര ഇളക്കം വേണ്ട, ഓവറായി. ഏതെങ്കിലും 5 ഫ്രൂട്ട്സിന്റെ പേര് ഇംഗ്ലീഷ് പറയാം. ആപ്പിൾ, ഓറഞ്ച്, പിന്നെ പോമഗ്രാനൈറ്റ്, ഗ്രേപ്സ്, ലിച്ചി. മിടുക്കേ, സമയം ബാക്കിയുണ്ടാവും. എനിക്ക് ലെമൺ എന്നാ പറയണത്. അന്ന് തിരിച്ച് ഞാൻ ചോദിച്ചേ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഈ കുരുവി കുരുകുരുവി കുരുകുരുവി കുരുവി ആ പാട്ടില്ലേ, അതിൽ ആ കാ വരുന്ന സ്ഥാനത്തൊക്കെ ചാ ആക്കിയിട്ട് പാടണം. ചുരുവി ചുരു ചുരുവി നീ വരുമോ ഇതുവഴി. തേൻ ചുരുവി എന്ന് പറഞ്ഞു.
തേൻചുരുവി. അതെങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? സ്വന്തം ഐഡിയ ആയിരിക്കും. അതെ, അല്ലാതെ വേറെ ഉണ്ടോ? അപ്പൊ ഞാനാണ് കേസ് ഇപ്പൊ മുമ്പിലേക്ക്. ഈ സെമ്മിൽ പഠിപ്പിക്കുന്ന 3 സബ്ജക്റ്റും ടീച്ചേഴ്സിന്റെ പേര് പറയാം. കൊമേഴ്ഷ്യൽ എന്റർപ്രൈസസ്, അഗ്രി ബിസിനസ് റിയ മിസ്, പിന്നെ മറ്റേ കിറ്റി മിസ് പഠിപ്പിക്കുന്നത് മറ്റേത് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ ഉണ്ട്. ടിഷ്യൂ ലാൻഡ്സ്കേപ്പ്. 7 സെക്കൻഡ് കൊണ്ട് എന്നെ ചിരിക്കണം. ചിരിച്ചു പോയതാ. നീ കലുപില് വെക്കല്ലേ, വീഡിയോയാ. ഞങ്ങളിവിടെ പ്രൂഫിന് വേണ്ടിട്ട് 3ാമത് ഒരാളവിടെ കൊണ്ടുവരുത്തിട്ടുണ്ട്. മൂന്നാമൻ റിവീൽ ചെയ്യില്ല, അതാണ്. എന്താണ്? പേടിച്ചു. ഭീകരി. അലൊന്നില്ല, അത് വെച്ച് കൂട്ടത്തില്ലേ. കോളടക്കം അല്ല, കുഴപ്പമില്ല. എനിക്ക് 4 ഉണ്ടോ, എന്നാലും തോറ്റു. സെക്കൻഡ് സെമ്മിന്റെ എക്സാമിന് ടൈം ടേബിൾ വന്നില്ല. ഓർഡറിൽ പറയാം. ഇംഗ്ലീഷ്, എൻഡമോളജി, പ്രിൻസിപ്പൽ മാനേജ്, പ്ലാന്റേഷൻ, മറ്റേ ഫുഡ്, ലാസ്റ്റ് മറ്റേ സാധനം എഞ്ചിനീയറിംഗ് ഫുഡ് ലാസ്റ്റ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? എന്നോട് എങ്ങാനും ചോദിച്ചാലോ, എങ്ങാനും. അപ്പൊ അത് എഴുതി വെച്ചു കള്ളത്തരം. എനിക്ക് കാണാൻ കാണാണ്ട് ഫുഡ് മറ്റത് കിട്ടുന്നില്ല. അത് ഏതോ സബ്ജക്ട് കിട്ടില്ല. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കിട്ടാണ്ടിരുന്നത്. ഇവള് കണ്ട് ഞാൻ പഠിക്കുന്നില്ല നല്ലൊരു അറിയിക്കാൻ വേണ്ടിട്ടും മനപ്പൂർവ്വം ചോദിക്കുന്നതാ. കാര്യം അല്ലല്ലോ. അപ്പോ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാലോ, അറിയായിരിക്കും. ഞാൻ ജയിച്ചു 1 മാർക്കിന് കേട്ടോ. ആണോ? അല്ലേ? അപ്പൊ നിനക്ക് 24 മാർക്ക് എന്റെ അടുത്ത് 23 കിട്ടിയാൽ നീ തോറ്റു പോയി എന്നല്ല അർത്ഥം. അതെന്റെ വിജയം. അപ്പൊ ഞാൻ ജയിച്ചു. എനിക്ക് അതിന് അഹങ്കാരമൊന്നുമില്ല, കണ്ട തന്നെ അറിയാലോ. അതെന്താ മനുഷ്യാനോ അറിയടാ. അപ്പൊ എനിക്ക് എന്റെ 3 ആൻസർ ഞാൻ പറഞ്ഞില്ല, ഇവള് 4 ആൻസർ പറഞ്ഞില്ല. അതൊരു കച്ചേരയുടെ കാര്യമാണ്. ഓക്കെ, അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഞെക്കണം. ബൈ ബൈ, ടേക്ക് കെയർ.